بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്ത് അതിൻ്റെ 10-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ അവസാനമായി എടുത്തു നിർത്തിയത്. എട്ട്, 9, 10 ആയത്തുകൾ അതൊന്ന് പറഞ്ഞിട്ട് വേഗം പുതിയ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 8-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. അതായത് വിശ്വാസികളെ സംബന്ധിച്ച് പറയാണ്. ഇതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തിൽ നിഷേധികളായ ആളുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ശേഷം ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലഹും അവർക്കുണ്ട്, അജ്റുൻ പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ ഗൈറു മക്തൂർ, മുറിഞ്ഞു പോകാത്ത, നിന്നു പോകാത്ത പ്രതിഫലം അവർക്ക് ഉണ്ട്. അതായത് അവർക്കുള്ള പ്രതിഫലത്തിൽ ഒന്നും കുറവ് വരികയില്ല, കുറഞ്ഞു പോവുകയില്ല എന്നർത്ഥം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളോടായി പറയാണ്, ഖുൽ, പറയുക നബിയേ, അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ. എന്താണ് അഇന്നകും? തീർച്ചയായും നിങ്ങളാണോ, ലതക്ഫുറൂന നിങ്ങൾ നിഷേധിക്കുക തന്നെയാണോ, അവിശ്വസിക്കുക തന്നെയാണോ, ബില്ലദീ ഒരുവനിൽ, ഖലഖൽ അർള ഭൂമിയെ സൃഷ്ടിച്ച, ഫീ യൗമൈൻ 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുക തന്നെയാണോ, അല്ലെങ്കിൽ ആ റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുക തന്നെയാണോ? വതജഅലൂന ലഹു അൻദാദ, വതജഅലൂന നിങ്ങൾ ആക്കുകയും ചെയ്തിരിക്കുകയാണോ, ലഹു അവന്, അൻദാദ നെദ്, അൻദാദ് എന്ന് പറഞ്ഞാൽ സമന്മാർ. അപ്പൊ ആ റബ്ബിൽ നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ, എന്നാൽ അവനാണ് ലോകരുടെ അല്ലെങ്കിൽ ലോകങ്ങളുടെ രക്ഷിതാവ്, അവനാണ്. വജഅല ഫീഹാ റവാസിയ, അപ്പൊ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ദിവസങ്ങളായി എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അതിനുശേഷം പറയണ വജഅല ഫീഹാ, ആ ഭൂമിയിൽ അവൻ ഉണ്ടാക്കി, നിശ്ചയിച്ചു, ഏർപ്പെടുത്തി, അല്ലെങ്കിൽ സംവിധാനിച്ചു. റവാസിയ, റാസിയത്തിന്റെ ജമാ റവാസിയ. എന്താണ്? ഇളകാതെ ഉറച്ചു നിൽക്കുന്നതിനർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താണ്? മലകളെ സംബന്ധിച്ചാണ്. അപ്പൊ ഉറച്ചു നിൽക്കുന്ന, ഇളകാതെ ഉറച്ചു നിൽക്കുന്ന മലകളെയും അവൻ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഭൂമിയിൽ. മിൻ ഫൗഖിഹ, അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സ്ഥാപിച്ചു. വബാറക ഫീഹ, ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിഞ്ഞു, അതായത് നന്മകൾ വർദ്ധിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി ഉണ്ടാക്കി എന്നത്. വഖദ്ദറ ഫീഹ, അതേപോലെ തന്നെ അതിൽ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു, അല്ലെങ്കിൽ നിർണയിക്കുകയും ചെയ്തു ആ ഭൂമിയിൽ. അഖ്വാതഹ, അതിലെ ആഹാര വസ്തുക്കൾ, കൂത്ത്, അഖ്വാത്ത്
ആഹാര വസ്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ഭൂമിയിൽ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. ഫീ അർബഅത്തി അയ്യാമിൻ, 4 ദിവസങ്ങളിലായിക്കൊണ്ട്. അപ്പൊ എല്ലാം കൂടിയാണ്. ആദ്യ 2 ദിവസം പറഞ്ഞു, ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു. പിന്നീട് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലകളെ സ്ഥാപിച്ചതും ഭൂമിയിൽ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി അത് രണ്ടും കൂടിയാണ് ഫീ അർബഅത്തി അയ്യാം, 4 ദിവസങ്ങളിലായിട്ട് അല്ലാഹു ചെയ്തത്. സവാഅൻ ലിസ്സായിലീൻ, സവാ എന്ന് പറഞ്ഞാൽ കൃത്യമായ അനുപാതത്തിൽ, ലിസ്സായിലീൻ ചോദിക്കുന്നവർക്ക്, ആവശ്യക്കാർക്ക് ആവശ്യമായ രൂപത്തിൽ, എല്ലാം ശരിയായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് അവർക്കതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അതെല്ലാം സജ്ജമാക്കി തന്നു എന്നുള്ളതാണ്. അപ്പൊ അതുവരെയാണ് നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്തുകളൊന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. وللأرض ائتيا طوعا أتينا طائعين. فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها. وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. ഒന്ന് ഓതിയേക്കാം. 3 എല്ലാവരും ഒരുമിച്ച് നോക്കിക്കും. ثم استوى إلى السماء
وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. ثم استوى إلى السماء. ثم എന്ന് പറഞ്ഞാല് പിന്നീട്. ഇസ്തവ ഇസ്തവ എന്ന് പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ കേട്ടൊരർത്ഥം എന്താ? എന്താണ്? ഇസ്തവ അലൽ അർശ്, അല്ലെ? അർശിൽ ഉപവിഷ്ടനായ. ഇവിടെ തിരിഞ്ഞു അല്ലെങ്കിൽ ചെന്നു എന്നൊരർത്ഥാണ് ഇസ്തവ. ചെന്നു അല്ലെങ്കിൽ തിരിഞ്ഞു. സുമ്മസ്തവ, പിന്നീട് അവൻ തിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല അതായത് ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു. ശേഷം ഭൂമിയിലെ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും അല്ലാഹു 2 ദിവസങ്ങളിലായി സംവിധാനിച്ചു. അപ്പൊ എത്ര ദിവസമായി? 4 ദിവസം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തവ, തിരിഞ്ഞു, ഇലസ്സമാഇ, ആകാശത്തിലേക്ക് തിരിഞ്ഞു. വഹിയ ദുഖാനുൻ, വഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ അത്, വാവുൽ ഹാൽ എന്ന് പറയും. വഹിയ എന്ന് പറഞ്ഞാൽ അതായിരിക്കെ എന്നൊരർത്ഥം, അല്ലേ? അതായിരിക്കെ, ആ ആകാശമായിരിക്കെ. ദുഖാനുൻ, ദുഖാൻ എന്ന് പറഞ്ഞാൽ പുകപടലം അല്ലെങ്കിൽ പൊടിപടലത്തിനാണെന്ന് പറയാം ദുഖാൻ എന്ന് പറയാം, പുകക്ക്. സുഹൃത്ത് ദുഖാനുണ്ട്, അല്ലെ? അപ്പൊ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തിരിഞ്ഞു. വഹിയ ദുഖാനുൻ, അതെന്തായിരിക്കെ? അതൊരു പുകപടലമായിരിക്കെ. അപ്പൊ അതിന്റെ ആദ്യത്തെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ആകാശത്തിന്റെ ആദ്യത്തെ ഒരവസ്ഥ എന്താണ്? അതൊരു പുകപടലമായിട്ടായിരിക്കും. ഫഖാല ലഹ, ഫഖാല എന്നിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലഹ അതിനോട്. എതിനോട്? ആകാശത്തോട് പറഞ്ഞു. വലിൽ അർദ്, ഭൂമിയോടും പറഞ്ഞു. ആകാശത്തോടും ഭൂമിയോടും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്തിയ, അത്ത എന്ന് പറഞ്ഞെന്താ? അത്തണ്ട്, ആത്തണ്ട്. അത്തായത്തി എന്ന് പറഞ്ഞാല് ജാ എന്നൊരർത്ഥാണ്. എന്താണ്? വന്നു എന്നൊരർത്ഥാണ്, അല്ലെ? അത്ത എന്ന് പറഞ്ഞു. ആത്ത എന്ന് പറഞ്ഞാലോ ആത്തു സക്കാത്ത, അല്ലെ? യുത്തു സക്കാത്ത, യുത്തൂന സക്കാത്ത എന്ന് പറഞ്ഞാൽ അഅത്ത എന്നർത്ഥം. എന്താണ്? നൽകി എന്നർത്ഥം. അത്തായത്തി ഇത്തിയാൻ, അത്ത അതിന് മുതാരി യഅ്തി, അതിന്റെ മസ്ദറാണ് ഇത്തിയാൻ. ഇത്തി എന്ന് പറഞ്ഞാൽ നീ ചെല്ലുക, നീ വരിക എന്നാണ് അർത്ഥം. ഇത്തിയ എന്ന് പറഞ്ഞാലോ ഇത്തിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും എന്നർത്ഥം. അപ്പൊ നിങ്ങൾ 2ഉം വരുവീൻ. അല്ലാഹു ആകാശത്തോടും ഭൂമിയോടും പറയാണ്, നിങ്ങൾ 2 പേരും 2ഉം വരുവീൻ. എങ്ങനെ? തൗഅൻ, തൗഅ എന്ന് പറഞ്ഞാല്
അനുസരണയോടുകൂടി എന്നർത്ഥം, സ്വമേധയ എന്നർത്ഥം. ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ നിങ്ങൾ സ്വമേധയ അനുസരണപൂർവ്വം എന്ത് ചെയ്യുക, വരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടാം. ഔ കർഹൻ, ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ വരണം? കർഹൻ, നിർബന്ധിതമായി എന്തായാലും വരണം. അള്ളാന്റെ വിളിയാണ് അല്ലെ, ചെന്നിരിക്കണം. അപ്പൊ ഒന്ന് നിങ്ങൾ അനുസരണയോടുകൂടി വരിക, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധിതമായി അതിർത്തിയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വരിക എന്നർത്ഥം. അപ്പൊ ഇത് റബ്ബിന്റെ കൽപ്പനയാണ്. എന്താ പറഞ്ഞ കാല പറഞ്ഞു, കാലത്താണ് ഇത് രണ്ടും പറഞ്ഞു, ആകാശവും ഭൂമിയും പറഞ്ഞു. അത്തൈന, അപ്പ നമ്മൾ നേരത്തെ പറയില്ല, അപ്പ എത്തി വന്നു ചെന്നു നടത്തണം. അത്തൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിരിക്കുന്നു. എങ്ങനെ? എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് അനുസരിക്കുന്നവനർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചന രൂപമാണ്, അനുസരിക്കുന്നവരായി. അപ്പൊ ആരുടെ നിർബന്ധത്തിന്? ഞങ്ങൾ സ്വമേധയ റബ്ബിനോടുള്ള റബ്ബിന്റെ കൽപ്പനയാണല്ലോ. അപ്പൊ ആ അനുസരണയോടുകൂടി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് ആകാശവും ഭൂമിയും റബ്ബിന് മറുപടി നൽകുന്നതാണ്. അപ്പൊ ഒന്നുകൂടെ ഇതിന്റെ അർത്ഥം നോക്കി നമുക്ക് പറയാം. പിന്നീട് ഇസ്തവ, എന്താ ഇസ്തവ എന്ന് പറഞ്ഞാല്? തിരിഞ്ഞു. ഇലസമായി, ആകാശത്തിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ ചെന്നു. വഹിയ, അതായിരിക്കെ, ആകാശമായിരിക്കെ എന്ത്? ദുഹാനൻ, ഒരു പുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു പുക പടലം അല്ലെങ്കിൽ പൊടിപടലമായിരിക്കെ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു. ഫഖാല, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലഹ, അതിനോട്, അതായത് ആകാശത്തോട് പറഞ്ഞു. വലിൽ അർദ്, ഭൂമിയോടും പറഞ്ഞു. ഇക്തിയ, നിങ്ങൾ രണ്ടും വരുവിൻ. എങ്ങനെ? തൗഅൻ, സ്വമേധയ, സ്വമനസ്സാലെ, അനുസരണയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വരണം. ഔ കർഹൻ, ഔ അല്ലെങ്കിൽ കർഹൻ, നിർബന്ധിതമായ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വരണം. ഖാലത്ത, അവ രണ്ടും പറഞ്ഞു. അത്തൈന, ഞങ്ങൾ വന്നിരിക്കുന്നു. ത്വാഇഈൻ, അനുസരിക്കുന്നവരായിട്ട്. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആകാശത്തിന് നേർക്ക് എന്ത് ചെയ്തു? തിരിഞ്ഞു. എന്നിട്ട് പറയാണ്, അമാ അൻതി യാ സമാ ഫഅത്ലിഇ മാ ഖലഖ്തു ഫീകി മിനശ് ശംസി വൽ ഖമരി വൻ നജൂം. ആകാശത്തോട് അല്ലാഹു പറഞ്ഞു, ആകാശമേ, നിന്നിൽ ഞാൻ സൃഷ്ടിച്ച ചില സംഗതികളുണ്ട്. അതെന്തൊക്കെയാണ്? സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങള്. അതിനെ നീ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം, പുറത്തേക്ക് കൊണ്ടുവരണം. അമ്മ അൻതിയാർന്ന്, ഭൂമിയോടും പറഞ്ഞു. എന്താ ഭൂമിയോട് പറഞ്ഞ്? അഖ്റജി മാ ഖലഖ്തു ഫീകി മിനൽ അശ്ജാരി വസ്സിമാരി വന്നബാത്തി വതശഖഖി അനിൽ അൻഹാർ. ഭൂമിയോട് പറയാണ്, നീയും പുറത്തു കൊണ്ടുവരണം. നിന്നിൽ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. അതെന്തൊക്കെയാണ്? മിനൽ അസ്ജാർ, മരങ്ങള്, ഫലങ്ങള്, അതേപോലെ തന്നെ നബാത്ത്, ചെടികള്, ഇതൊക്കെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. വതശഖഖി അനിൽ അൻഹാർ, അതേപോലെ തന്നെ നദികളെയൊക്കെ എന്ത് ചെയ്യണം? നീ പുലർത്തി നീ കൊണ്ടുവരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഖാലത അതൈനാ ത്വാഇഈൻ, ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ.
അതെന്താ പറയണ്ടത്? ജിഇനാ ബിമാ അഹ്ദസ്ത ഫീനാ മിൻ ഖൽഖിക മുസ്തജീബീന ലിഅംരിക ലാ നഅസി അംറക. നിന്റെ കൽപ്പനക്ക് ഉത്തരം നൽകുന്നതായി നിന്റെ കൽപ്പന ഞങ്ങൾ ലംഘിക്കാത്തവരായിക്കൊണ്ട് നീ ഞങ്ങളിൽ സൃഷ്ടിച്ചു വെച്ച സൃഷ്ടികളുമായി അല്ലെങ്കിൽ വസ്തുക്കളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ആകാശവും ഭൂമിയും റബ്ബിനോട് മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അപ്പൊ ആകാശവും ഭൂമിയും അതിന്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? അവ രണ്ടും ഒട്ടിച്ചേർന്നതായിരുന്നു. നമ്മളെല്ലാവരും പരിശോധിക്കേണ്ട വചനം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ ആയത്തുണ്ട്. അതെന്നെടുത്ത് നോക്കി നിങ്ങൾ. സൂറത്തുൽ അംബിയ 30-ാമത്തെ ആയത്ത്, 21-ാമത്തെ സൂറത്താണ്. അതിലെ 30-ാമത്തെ ആയത്ത് ആദ്യം എടുക്കുക. 30 അവലം യറല്ലദീന കഫറു എന്ന് തുടങ്ങുന്ന ആയത്താണ്. കണ്ട ആയത്തിനർത്ഥം നോക്കി. അവലം യറല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ കണ്ടില്ലേ, അവർ കാണുന്നില്ലേ? അന്ന സമാവാത്തി വല്ലർദ, തീർച്ചയായും ആകാശവും ഭൂമിയും കാനത്ത, അവ രണ്ടുമായിരുന്നു, റത്ഖൻ, ഒട്ടിച്ചേർന്നതായിരുന്നു. അപ്പൊ ആകാശവും ഭൂമി എന്തായിരുന്നു? ഒട്ടിച്ചേർന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്. വഹിയ ദുഹാൻ, ഒരു അവസ്ഥയാണ് പറഞ്ഞത്. ആ ഒട്ടി നിൽക്കുന്ന അവസ്ഥ എന്തായിരുന്നു? വഹിയ ദുഹാൻ. കണ്ടാൽ എന്താ തോന്നുക? ഒരു പുകപടലം അല്ലെങ്കിൽ ഒരു പൊടിപടലം പോലെയാണ് ആദ്യം. അതിന്റെ ആ പദാർത്ഥ രൂപമാണ് അങ്ങനെ പറഞ്ഞത്. ആ രൂപത്തിലായിരുന്നു അതുണ്ടായിരുന്നു. അങ്ങനെ നാം എന്ത് ചെയ്തു? അതിനെ വേർപ്പെടുത്തി. ആകാശത്തെയും ഭൂമിയെയും അതിൽ നിന്നും എന്ത് ചെയ്തു? അല്ലാഹു വേർപ്പെടുത്തി എന്നുള്ളതാണ്. അതാണ് വജഅൽനാ മിനൽ മാഇ കുല്ലി ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കിയത് എന്നിൽ നിന്നാണ്? വെള്ളത്തിൽ നിന്നാണ്. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പോ ഇവിടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും മുമ്പത്തെ അവസ്ഥ എന്താണ് എന്നാണ് ഈ ആയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെങ്ങനെയായിരുന്നു? അതൊരു പുകപടലം എന്ന നിലക്കായിരുന്നു, അല്ലെങ്കിൽ അതുപോലെയായിരുന്നു, കാണുമ്പോൾ ആ നിലക്കായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിനെ വേർപ്പെടുത്തി. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് രണ്ടിനോടും പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ സൃഷ്ടിച്ചു വെച്ച കുറെ സംഗതികളുണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. അവരെന്ത് ചെയ്തു? വളരെ ഇഷ്ടത്തോടുകൂടി റബ്ബിന് കീഴൊതുങ്ങി എന്ത് ചെയ്തു? കടന്നു വന്നു എന്നുള്ളതാണ്. അതാണ് ആ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് അതിന്റെ ആ ആയത്തിന്റെ അവസാന ഭാഗം എന്താണ്? ഓക്കെ, ഇല സമാഇ വഹിയ ദുഖാനൻ ഫഖാല ലഹാ വലിൽ അർദി ഇഅ്തിയാ തൗഅൻ ഔ കർഹൻ. അനുസരണയോടുകൂടി അല്ലെങ്കിൽ നിർബന്ധിതമായ അവസ്ഥയിൽ നിങ്ങൾ രണ്ടും കടന്നു വരിക എന്ന് പറഞ്ഞപ്പോ ഖാലത അതൈനാ ത്വാഇൻ, എന്ത് വളരെ അനുസരണയോടുകൂടി എന്ത് ചെയ്തു? ആ കൽപ്പന ഒന്നും ലംഘിക്കാതെ റബ്ബിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങിക്കൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? അവ രണ്ടും കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് പിന്നെന്താണ്? ഭൂമിയുടെയും ആകാശത്തിന്റെയൊക്കെ ആദ്യത്തെ അവസ്ഥയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അടുത്ത നോക്കും. ഫഖദാഹുന്ന, ഖദാ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു എന്നൊരർത്ഥമുണ്ട്, പൂർത്തിയാക്കി എന്നൊരർത്ഥമാണ്. ഫഖദാഹുന്ന, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർത്തിയാക്കി. ഏതിനെ? ആകാശത്തിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ച പറഞ്ഞു. എന്താക്കി? സബഅ സമാവാത്തി,
7 ആകാശങ്ങളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർന്നു. അപ്പൊ ആദ്യം എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 1 ആയിരുന്നു. അതുകൊണ്ടാണ് സുമ്മസ്തവ ഇല സമാ എന്ന് പറഞ്ഞത്. സമാ എന്ന് പറഞ്ഞ എന്താണ്? ഒരാകാശമാണ് അല്ലെ? ആദ്യം അതാ പറഞ്ഞത്, സുമ്മസ്തവ ഇല സമാ എന്ന് പറഞ്ഞത്. ആ ഒരാകാശത്തിലേക്കാണ് അള്ളാഹു തരും. പിന്നീട് എന്ത് ചെയ്തു? ആ ആകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളായി അള്ളാഹു പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അത് എത്ര ദിവസങ്ങളിലായിക്കൊണ്ട്? ഫീ യൗമൈൻ, 2 ദിവസങ്ങളിലായിക്കൊണ്ട്. അപ്പൊ ഇവിടെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഭൂമിയുടെ സൃഷ്ടിപ്പ് ആരംഭിച്ച സമയത്ത് തന്നെ ആകാശത്തിന്റെ അതിന്റെ ആദ്യ സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലേ? കാരണം 1 ആയിരുന്നു, 1ൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്തത്? വേർപ്പെടുത്തിയത്. അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആകാശത്തിന്റെ ആദ്യഘട്ട ആ സൃഷ്ടിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. പിന്നെ പൂർത്തീകരിച്ചത് എപ്പോഴാണ്? അതാ പറഞ്ഞത്, അത് 2 ദിവസങ്ങളിലായിക്കൊണ്ട്. ഫഖല്ലാഹുന്ന സബഅ സമാവാതി ഫീ യൗമൈൻ, 2 ദിവസങ്ങളിലായിക്കൊണ്ട് 7 ആകാശങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആകാശത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഖലാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചു. ഖലാഹുന്ന എന്ന് പറഞ്ഞാൽ അവയെ, ആകാശങ്ങളെ എന്നുള്ളതാണ്. അതിനെ അവൻ പൂർത്തിയാക്കി. സബഅ സമാവാതി, 7 ആകാശങ്ങളായി ഫീ യൗമൈൻ, 2 ദിവസം. അപ്പൊ എത്ര ദിവസമായിപ്പോ? ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചു. ഭൂമിയിലുള്ള അള്ളാഹു പിന്നെ പർവ്വതങ്ങളെ, അതേപോലെ തന്നെ അതിൽ നന്മകൾ വർദ്ധിപ്പിച്ച് അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുന്നു. ആഹാര വസ്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അത് വ്യവസ്ഥപ്പെടുത്തി നിർണയിച്ചു തന്നു. ഇതൊക്കെ നടന്നത് 2 ദിവസം. അപ്പൊ 4 ആയി. പിന്നെ ആകാശങ്ങളുടെ സൃഷ്ടിപ്പ് നടന്നത് 2 ദിവസങ്ങളിലായിക്കോട്ടെ. അതായത് 7 ആകാശങ്ങളായി അതിന്റെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചത് എന്താണ്? പിന്നെ 2 ദിവസങ്ങളിലായിക്കൊണ്ടാണ്. അത് ഏതാ ദിവസങ്ങള്? അത് വ്യാഴവും വെള്ളിയുമാണ്. വ്യാഴവും വെള്ളിയുമാണ് ഈ ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസങ്ങൾ. അതിൽ അവസാനത്താണ് എന്ത്? വെള്ളി എന്ന് പറഞ്ഞത്. അതായത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പ് ജമ്മ ചെയ്തത് വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് യൗമുൽ ജുമുഅ എന്ന പേര് അതിന് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിപ്പ് പൂർത്തീകരിച്ച ദിവസമാണ് വെള്ളിയാഴ്ച, അതിന് ജമ്മ ചെയ്തത്. അതോടുകൂടി സൃഷ്ടിപ്പ് പൂർത്തിയാക്കി. അതുകൊണ്ടാണ്, അതായത് ആ ദിവസത്തിന്റെ അവസാന സമയത്താണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നൊക്കെ കാണാം. വെള്ളിയാഴ്ച ദിവസത്തിന്റെ അവസാന സമയത്ത്. ഇപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞത് ആ പേര് വരാനുള്ള കാരണം, യൗമുൽ ജുമുഅ എന്ന പേര് വരാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് ജമ്മ ചെയ്ത് അത് പൂർത്തീകരിച്ച ആ ഒരു ദിവസത്തെ കണക്കാക്കിക്കൊണ്ടാണ് എന്ന് കാണുവാൻ കഴിയും. ഓക്കെ. എന്താ ഔഹ എന്ന് പറഞ്ഞാല്? വഹി നൽകി, ബോധനം നൽകി. ഫീ കുല്ലി സമാഇൻ, എന്താ ഫീ കുല്ലി സമാ എന്ന് പറഞ്ഞാല്? എല്ലാ ആകാശത്തിലും, എല്ലാ ആകാശത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് 7 ആകാശങ്ങളായി അള്ളാഹു എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. എന്നിട്ട് ഓരോ ആകാശത്തിനും എന്ത് ചെയ്തു? അള്ളാഹു ബോധനം നൽകല്, വഹി നൽകുകയും ചെയ്തു. അംറഹ, അതിന്റെ കാര്യം, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ദൗത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, ബോധനം നൽകി എന്നുള്ളതാണ്. എന്താ സയ്യന്ന? എന്താണ് സയ്യന്ന എന്ന് പറഞ്ഞാല്? അലങ്കാരമാക്കി, അലങ്കൃതമാക്കി, ഭംഗിയാക്കി എന്നൊക്കെയാണ് സയ്യന എന്ന് പറഞ്ഞാൽ. സയ്യന, യുസയ്യിനു, തസ്യീൻ എന്ന് പറയും. സയ്യന്ന എന്ന് പറയുമ്പോ അള്ളാഹ് പറയാണ്, നാം അലങ്കരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഭംഗിയാക്കുകയും ചെയ്തു. ധന യദിനു എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നർത്ഥം, അടുത്തു എന്നർത്ഥം. ദുന്യ എന്ന് പറഞ്ഞാൽ അടുത്തത്. അതായത് സമാഅദ്ദുന്യ എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം എന്നർത്ഥം. അതാണ് സമാഉദ്ദുന്യ. 7 ആകാശങ്ങളുണ്ട്. അതിൽ ദുനിയാവിനോട്, ഇഹലോകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം എന്നർത്ഥത്തിലാണ് സമാഉദ്ദുന്യ എന്ന് പറയുന്നത്. അപ്പൊ ആ സമാഉദ്ദുന്യയെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം
നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം. ആ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയാക്കി, അല്ലെങ്കിൽ അതിനെ അലങ്കൃതമാക്കി. എന്തിനാൽ? ബിമസാബിഹ്. മിസ്ബാഹ് എന്ന് പറഞ്ഞാ മിസ്ബാഹ് വിളക്ക് അല്ലെ? അപ്പൊ അതിന്റെ ജമ്മാണ് മസാബിഹ്, വിളക്കുകൾ. ബിമസാബിഹ് എന്ന് പറഞ്ഞാൽ വിളക്കുകളാൽ അള്ളാഹു ആകാശത്തെ അലങ്കൃതമാക്കി. ഇവിടെ എന്താണ് വിളക്കുകൾ? നക്ഷത്രങ്ങളാണ് അല്ലെ? ആകാശത്തിലെ നക്ഷത്രങ്ങളെയാണ് ഇവിടെ വിളക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ വഹിഫ്ള. പിന്നെന്താണ് ഹിഫ്ള് എന്ന് പറഞ്ഞാല്? സംരക്ഷണം, കാവൽ, സുരക്ഷിതത്വം എന്നൊക്കെയാണ്. അപ്പോ വഹിഫ്ളൻ, ഒരു കാവലുമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഹദീസിൽ കാണാം, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ. ഹദീസാണത്. എന്താണ്? നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ് അല്ലേ? അപ്പൊ ആ നക്ഷത്രങ്ങളുടെ ദൗത്യം എന്താണ്? അള്ളാഹു അതിനെ സൃഷ്ടിച്ച ഒന്ന് ആ ആകാശത്തിന് അലങ്കാരമായിക്കൊണ്ട്. രണ്ടാമതായി ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്? അത് ഹിഫ്ളാന്ന് പറഞ്ഞു. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷിതത്വമാണ്, അല്ലെങ്കിൽ കാവലാണ്. എന്തിൽ നിന്നുള്ള? ഇപ്പോ ജിന്നുകളിൽപ്പെട്ട ചില പിശാചുക്കളെ ആട്ടിയകറ്റാൻ, കട്ടുകേൾക്കുന്നതിൽ നിന്ന് ആട്ടിയകറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ് എന്തിനെ? നക്ഷത്രങ്ങളെ. ആ ഒരു ദൗത്യം കൂടി അവർക്ക് നിർവഹിക്കാൻ. മൂന്നാമത്തെ സംഗതി അള്ളാഹു പറഞ്ഞ എന്താണ്? വഴിയടയാളമായിട്ട് എന്ത് ചെയ്യുന്നു? നക്ഷത്രങ്ങൾ ആളുകൾ ഉപയോഗപ്പെടുത്തും. പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ, കപ്പലിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? ദിശ നിർണയിച്ചിരുന്നത്, സമയമൊക്കെ നിർണയിച്ചിരുന്നത്. അപ്പൊ അതിനും ആളുകൾ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. മൂന്ന് കാര്യം. ഒന്ന്, ആകാശത്തിന് അലങ്കാരമാണ് നക്ഷത്രങ്ങൾ. രണ്ടാമത്, ആകാശത്തിന്റെ സംരക്ഷണമാണ് അല്ലെ? കട്ടുകേൾക്കുന്നതിൽ നിന്ന് പിശാചുക്കളെ എറിഞ്ഞോടിക്കും നക്ഷത്രങ്ങൾ. അതാണ് മൂന്നാമത്തെ ദൗത്യം, ജനങ്ങൾക്ക് വഴി അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഓരോ ആകാശത്തെയും അള്ളാഹു അതിന്റെ ദൗത്യം ഏൽപ്പിച്ചു. ദുനിയാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശത്തെ അള്ളാഹു ചെയ്ത നക്ഷത്രങ്ങളാൽ അലങ്കൃതമാക്കി. മാത്രമല്ല അതൊരു സംരക്ഷണമാക്കുക, അല്ലെങ്കിൽ കാവലാക്കുകയും ചെയ്തിട്ടുണ്ട്. ذَلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ. ذَلِكَ, അത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തഖ്ദീറാണ്. എന്താ തഖ്ദീർ എന്ന് പറഞ്ഞാല്? തഖ്ദീർ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, അല്ലെങ്കിൽ നിർണയിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കണക്കാക്കുക, സംവിധാനിക്കുക എന്നൊക്കെയാണ് തഖ്ദീർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊക്കെ ഒരു തഖ്ദീറാണ്, ഒരു വ്യവസ്ഥയാണ്. ആരുടെ? അൽ അസീസ് ദുൽ ഇസ്സ അല്ലെ? ഇസ്സത്തുള്ളവൻ, അതാണ് അസീസ്. അന്തസ്സുള്ളവൻ, പ്രതാപമുള്ളവൻ, പ്രതാപശാലി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? എന്താണ് ഈ അസീസ് എന്ന വാക്യം? അപ്പൊ അല്ലാഹ് ആരാണ് അല്ലെ? മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ. ആരെങ്കിലും ഇസ്സത്ത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പ്രതാപം ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എങ്കിൽ, എല്ലാ ഇസ്സത്തിന്റെയും ഉടമ ആരാണ്? അല്ലാഹുവാണ് അല്ലെ? യുഇസ്സു മൻ യശാഉ വയുദില്ലു മൻ യശാ. അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രതാപമുള്ളവരാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരവൻ നിന്ദ്യനാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അള്ളാന്റെ നാമാണ് അസീസ്, പ്രതാപശാലി എന്ന അർത്ഥം. അൽ അലീം എന്ന് പറഞ്ഞാലോ? അലിമ, യഅലമു, ഇൽമ്, ആലിമ് അല്ലെ? അല്ലാമ്, അലീം, ഇതൊക്കെ അള്ളാന്റെ നാമങ്ങളാണ്. നന്നായി അറിയുന്നത്, സർവജ്ഞാനി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇതൊക്കെ ഒരു തഖ്ദീറാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പും ഒക്കെ എന്താണ്? അതൊക്കെ ഒരു വ്യവസ്ഥയാണ്, അതൊക്കെ ഒരു സംവിധാനിക്കലാണ്. ആരുടെ? പ്രതാപശാലി ആയിട്ടുള്ള, സർവജ്ഞനായിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥപ്പെടുത്തലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തി. ഒന്നുകൂടെ നോക്കിയ ആയതിന്റെ അർത്ഥം എങ്ങനെ?
ആഖിറെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല. അല്ല, പരലോകം ഇവിടെ പറഞ്ഞ വെച്ചാല് ഈ 6 ദിവസങ്ങളിലായി അള്ളാഹു സംവിധാനിച്ചത് എന്താണ്? 2 ദിവസം ഭൂമിയെ, അല്ലെ, ഭൂമിന്റെ സൃഷ്ടിപ്പ് നടത്തിയല്ല. പിന്നെ 2 ദിവസം ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചു. അത് പിന്നെ മരങ്ങള്, പുഴകള്, അങ്ങനെ നദികൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അള്ളാഹു മനുഷ്യർക്ക്, അതാണ് സബാ അലിസായില്, ചോദിക്കുന്ന ആളുകൾക്ക് അനുപാതത്തിൽ അവർക്ക് വേണ്ട രൂപത്തിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ 2 ദിവസം കാര്യം. പിന്നെ 2 ദിവസം അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു. ആകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ 7 ആകാശങ്ങളാക്കി അതിനെ മാറ്റി ഓരോ ആകാശത്തിന് അതിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. ഇനി അതിന്റെ അപ്പുറത്തേക്കുള്ള അള്ളാഹു അലങ്കരിച്ചു. നോക്കാം, നമുക്ക് പഠിച്ചോ. ഓക്കെ, അപ്പൊ ആ ആയത്തിന്റെ അർത്ഥം നമുക്ക് നോക്കി. ഫഖല്ലാഹുന്ന എന്താണ്? ഖളാ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചു എന്നർത്ഥം. ഫഖല്ലാഹുന്ന അവയെ, അതായത് ആകാശങ്ങളെ അവൻ പൂർത്തീകരിച്ചു, നിർവഹിച്ചു. സബഅ സമാവാത്തി 7 ആകാശങ്ങളാക്കി. ഫീ യൗമൈനി അതിന്റെ 2 ദിവസങ്ങളിൽ. അപ്പൊ അതിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു പൂർത്തിയാക്കി എന്നർത്ഥം. 7 ആകാശങ്ങളായി സൃഷ്ടിച്ചുകൊണ്ട്. വഔഹാ ഫീ കുല്ലി സമായി, വഔഹാ അവൻ വഹി നൽകി, ബോധനം നൽകി. ഫീ കുല്ലി സമായി എല്ലാ ആകാശത്തിലും. അംറഹ അതിന്റെ കാര്യം, അല്ലെങ്കിൽ അതിനുള്ള കൽപ്പനകൾ അള്ളാഹു നൽകി എന്നുള്ളതാണ്. അതിന് ദൗത്യം അള്ളാഹു നൽകി. നാം അലങ്കരിക്കുകയും അല്ലെങ്കിൽ അലങ്കൃതമാക്കുകയും ചെയ്തു. അസ്സമാ ദുനിയ, ദുനിയാവിനോട് അല്ലെ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ അള്ളാഹു അലങ്കൃതമാക്കുകയും ചെയ്തു. എന്തിനാൽ? ബിമസാബിഹ വിളക്കുകളാലും, വഹിഫ്ളൻ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. പിന്നെ വഹിഫ്ളൻ ഒരു കാവലും ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞു എന്താന്നുള്ളത്. ദാലിക അത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സൃഷ്ടിപ്പൊക്കെ തഖ്ദീർ അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അള്ളാഹിന്റെ ഒരു കണക്കാക്കലാണ്, സംവിധാനിക്കലാണ്. ആ അള്ളാഹ് ആരാണ്? അൽ അസീസ്, അവൻ പ്രതാപശാലിയാണ്. അതേപോലെ തന്നെ അൽ അലീം, സർവജ്ഞന, എല്ലാം അറിയുന്നവനാണ്. ഓക്കെ, അടുത്ത ആയത് നോക്കി. ഫഇൻ അഅറദു, അപ്പൊ ഈ ആയത്തോടുകൂടി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ 6 ദിവസങ്ങളിലായിക്കോട്ടെ, ഇത് എവിടെയൊക്കെ മടങ്ങണം ഈ ആയത്തുകളൊക്കെ? 9ാമത്തെ ആയത്തിന് തുടക്കം തരുന്നു. നോക്കി നിങ്ങള്, 9ാമത്തെ ആയത്തിന് തുടക്കം. ഖുൽ ഇന്നകും ലതക്ഫൂന ബില്ലദീ ഖലഖൽ അർള, അല്ലേ? ഇങ്ങനെല്ലാം സൃഷ്ടിച്ച 2 ദിവസങ്ങളിലായി ഭൂമിയെ, 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. 2 ദിവസങ്ങളിലായി ആകാശങ്ങളെ സൃഷ്ടിച്ചു. ഇങ്ങനെ സൃഷ്ടിപ്പ് നടത്തിയ ആ റബ്ബിൽ നിങ്ങൾ അവിശ്വസിക്കുകയാണോ എന്ന ചോദ്യം. അപ്പോ സത്യനിഷേധികൾക്കുള്ള ഒരു മറുപടിയാണ്, അല്ലെ? രണ്ടാമത് പറഞ്ഞ ആ ആയത്തിൽ തന്നെ പറഞ്ഞു, വതജഅലൂന ലഹു അൻദാദ, അത് മുശ്രിക്കീങ്ങൾക്കുള്ളതാണ്. ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ച റബ്ബ് അള്ളാഹുവാണ് എന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? അവർ അംഗീകരിച്ചതല്ലേ? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശങ്ങളും ഭൂമിയെ സൃഷ്ടിച്ചത് ആരെന്ന് വെച്ചാൽ മക്കയിലുള്ള ബൗദ്ധ വിശ്വാസികൾ പറയും അള്ളാഹുവാണ്, അല്ലെ? അവരെ തന്നെ സൃഷ്ടിച്ചത് ആരാണ്?
മഴ വർഷിപ്പിക്കുന്ന ആൾ, ഇതൊക്കെ ചോദിച്ചാൽ അവർക്ക് മറുപടി എന്താണ്? അല്ലാഹുവാണ്. എന്നിട്ടും നിങ്ങൾ വതജഅലൂന ലഹു അൻദാദ, ആ റബ്ബിൽ നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കുകയാണ്. അപ്പൊ അവിശ്വാസികൾക്കും, അതായത് അള്ളാഹുവിനെ പാടെ നിഷേധിക്കുന്നവർക്കും, എന്നാൽ അള്ളാഹുവിനെ അംഗീകരിക്കുകയും ആരാധനകളും പ്രാർത്ഥനകളൊക്കെ റബ്ബല്ലാത്ത ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നവർക്കുള്ള അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ചില വചനങ്ങളാണ് 9, 10, 11, 12 ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്നിട്ട് അള്ളാഹ് പറയണം അഅറദ എന്ന് പറഞ്ഞാല് എന്താണ്? ഒമൻ അഅറദ അൻ ദിക്രി എന്നറിയില്ല, ആരെങ്കിലും എന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക. അപ്പൊ തിരിഞ്ഞു കളയുക എന്നർത്ഥം, അവഗണിക്കുക എന്നാണ് അഅറദ എന്ന് പറഞ്ഞാൽ. അഅറദ യുഅരിദു ഇഅറാദ്. ഫഇൻ അഅറദു, ഇനി അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം, അല്ലെങ്കിൽ അവഗണിക്കുന്ന പക്ഷം, ഏത്? റബ്ബിന്റെ ആ സൃഷ്ടിപ്പിനെ അവർ നിഷേധിക്കുന്നു, അതിൽ നിന്നൊക്കെ ആ ഹക്കിൽ നിന്ന്, ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ, ഫഖുൽ, അപ്പോൾ റസൂലെ താങ്കൾ പറയണം അവരോട്, അൻദർതുക്കും, അൻദറ എന്ന് പറഞ്ഞാൽ അൻദറ ഇൻദാർ, താക്കീത് നൽകുന്ന അർത്ഥം. അൻദർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ താക്കീത് നൽകുന്നു, കുന്നറ നിങ്ങൾക്ക്. അപ്പൊ അൻദർത്തുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. സ്വാഇഖത്തൻ മിത്ല സ്വാഇഖത്തി ആദി വസമൂദ്. സ്വാഇഖത്ത് എന്ന് പറഞ്ഞാല് ഭയങ്കരമായ ശിക്ഷക്ക്, അൽ അദാബുൽ മുഹ്ലിക് എന്ന് കാണാം. അതേപോലെ തന്നെ സൗത്തു ഷദീദ് എന്നൊക്കെ കാണാൻ വ്യാഖ്യാനം. എന്താണ് സൗത്തു ഷദീദ് എന്ന് പറഞ്ഞാല്? ഭയങ്കര ശബ്ദം. ഒരു ജനതയെ ആ നിലക്കാണ് ശിക്ഷിച്ചിട്ടുള്ളത്, അല്ലെ? സ്വാഇഖത്ത് നൽകുന്നു, അതികഠിനമായ ഒരു ശബ്ദം നൽകി എന്ത് ചെയ്തിട്ടുണ്ട്? ചില സമുദായത്തിലുള്ള ശിക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ അൽ അദാബുൽ മുഹ്ലിക് എന്നതാണ്, എല്ലാത്തിനും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ, അതാണ് സ്വാഇഖത്ത്. അപ്പോ ഇനിയും നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന്, പ്രവാചകന്റെ കൽപ്പനകളിൽ നിന്ന്, ആ സന്ദേശങ്ങളിൽ നിന്ന് ഇനി നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ, അതിനെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ, റസൂലെ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകണം. അവരോട് പറയണം, എന്താണ്? അൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് താക്കി നൽകുകയാണ്, സ്വാഇഖത്തൻ, എന്താണ്? ഇങ്ങനെ ഒരു ശിക്ഷ, ഭയങ്കരമായ ഒരു ശിക്ഷ ഞാൻ നിങ്ങൾക്ക് താക്കി നൽകുകയാണ്. ഏതുപോലെയുള്ള? മിസ്ല, പോലെയുള്ള. സ്വാഇഖത്തി ആദിൻ വസമൂദ്, ആദ് സമൂദ് ഗോത്രത്തിന് നേരിട്ട, അവർ അനുഭവിച്ചതുപോലെയുള്ള ഒരു സ്വാഇഖത്ത്, എല്ലാം നശിപ്പിക്കുന്ന ഒരു ശിക്ഷ. ആ ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നശിപ്പിച്ച ഒരുപാട് സമുദായങ്ങളുണ്ട്, അല്ലെ? അള്ളാഹ് ആവർത്തിച്ച് എടുത്തു പറയുന്ന സമുദായമാണ് ആദ്. ആദ് ഏതാണ്? ഏത് നബിയുടെ സമുദായമായിരുന്നു? ആദ് ജനത ഏത് പ്രവാചകന്റെ ജനതയായിരുന്നു? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെ? സമൂദ് ഗോത്രം സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആദ് സമൂഹത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതാണ്, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫീ ബിലാദ്, അല്ലെ? ഇവരെപ്പോലെയുള്ള ജനതയെ അള്ളാഹ് ലോകത്ത് വേറെ സൃഷ്ടിച്ചില്ല. അത്ര ശക്തന്മാരായിരുന്നു. 2 മലകൾക്കിടയിൽ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവര് വീടൊക്കെ ഉണ്ടാക്കിയത്. അത്ര ശക്തന്മാരാണ്. അപ്പൊ ആ കാലഘട്ടം ഇന്നൊക്കെ നമുക്കിങ്ങനെ ആധുനിക സംവിധാനങ്ങളും ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അന്നതല്ലല്ലോ. അപ്പൊ അതൊക്കെ ഏറ്റിക്കൊണ്ടുവന്ന് അവരതിന്റെ മുകളിലൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ പാറകളൊക്കെ തുരന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വീടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല. അപ്പൊ എല്ലാം കൊണ്ടും ശക്തന്മാരായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, അവരെ പോലെയുള്ള ഒരു ജനതയെ വേറെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അനുഗ്രഹങ്ങൾ എമ്പാടും ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അതായിരിക്കാം. ഇവരെ സംബന്ധിച്ച് കാണാം, അല്ലെ? വലിയ ആകാരമുള്ള ആൾക്കാരായിരുന്നു. ആകാരം സൗത്തുള്ള
കാരണം അവർക്ക് ആയുസ്സും ഉണ്ടല്ലോ, നൂറുകണക്കിന് വർഷത്തോളം അവര് ജീവിച്ചിരുന്നു എന്നുള്ളത് കാണാനായത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾ സമൂഹത്തോളം സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ, നന്ദികേടിന്റെ വലിയൊരു ഒരാൾരൂപമായിരുന്നു അവര്. അത്ര അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹം ലഭിക്കപ്പെട്ടു. അവസാനം അവർ ചോദിച്ചു, സ്വാലിഹെ, ഈ പാറക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ മലയിൽ നിന്ന് ഒരു ഒട്ടകത്തെ നീ പുറപ്പെടുവിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം. അല്ലെ, അള്ളാഹു അതും കാണിച്ചു കൊടുത്തു. പക്ഷെ നന്ദി കെട്ട വർഗം ചെയ്തു, ഫഅഖറൂഹ, അതിനെ അറുത്ത് ആണ് കളഞ്ഞു. അല്ലെ, അള്ളാഹു അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ആ പ്രവാചകൻ, നിങ്ങൾ ഇതിനൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെപ്പോലും നിഷ്ഠൂരമായിട്ട് അവർ വഹിച്ചു കളഞ്ഞു. അപ്പൊ അങ്ങനെ അള്ളാഹുന്റെ ഒരു സ്വാഇക്കത്ത് കൊണ്ട് ഭയങ്കരമായ ശബ്ദം നൽകി, അതേപോലെ തന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ കാറ്റിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ജനതയെ നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുപോലെയുള്ള ശിക്ഷ നിങ്ങളെയും ബാധിക്കും. എങ്ങനെയാണെങ്കിൽ ഫൈനാറവോ, നിങ്ങളും സത്യത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കഅന്നഹും അഅജാസു നഖലിൻ ഖാബിയ, അല്ലെ, ഈത്തപ്പന കടപുഴകി വീണത് പോലെ അവരെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നുക. അത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആകാര സൗഖ്യമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള ജനതയെ അള്ളാഹു ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവര് മാത്രല്ല, അല്ലെ, കദ്ദബത്ത് ആദും കുറെ സൂറത്ത് ഖാഫിൽ ഇങ്ങനെ ഒരുപാട് ജനതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. തുബ്ബഅ, അതേപോലെ തന്നെ ഫിറൗന്റെ ആളുകള്, അങ്ങനെയുള്ള നിഷേധികളായി കഴിഞ്ഞ ആളുകളെയൊക്കെ അള്ളാഹു ചെയ്തിട്ടുണ്ട്. അതിന്റെ ശിക്ഷ കൊണ്ട്, വ്യത്യസ്തമായ ശിക്ഷകളുണ്ട്. തൂഫാനിലൂടെ നശിപ്പിക്കപ്പെട്ട ആൾക്കാരുണ്ട്. അല്ലെ, വെള്ളപ്പൊക്കം, നൂഹിന്റെ ജനത അങ്ങനെയാണ്. ചരൽ വർഷം, ഭൂമിയെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത അങ്ങനെ ഭൂമി ഇങ്ങനെ എടുത്ത് മറിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷകളാൽ പല ജനസമൂഹങ്ങളെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പൊ 13-ാമത്തെ ആയത്ത് വരെ നമ്മൾ എടുത്തത്. 1-2 ആൾക്കാരൊന്നും ഓദിക്കാൻ പ്രസാദിക്കാം. അത്തൈന നീട്ടരുത് അവിടെ, അല്ല, അത്തൈന തോഹ, അവിടെ മദ്ദുൽ അസ്ലിയാണ്. ഓക്കെ, ഇതില് ഈ ഇപ്പം നമ്മളെടുത്ത ആയത്തുകളിൽ കുറെ മുത്തസിലിന്റെ കുറെ സ്ഥലങ്ങളുണ്ട്, നിർബന്ധമായും നീട്ടേണ്ട സ്ഥലങ്ങള്, അല്ലെ? എവിടേക്കാണത്? ഒന്ന് സമാ എന്നുള്ളവർക്കൊക്കെ നീണ്ടല്ലോ. കാരണം സമാ എന്നുള്ളതിൽ മദ്ദിന്റെ അക്ഷരം, അതോടൊപ്പം അതിനോട് ചേർന്ന് ഹംസയും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ സന്ദർഭമുണ്ട്. ഇല്ല, അത് ഇസ്തവ ഇല എന്നാണ്, അത് മദ് മുൻഫസിലാണ്. അവിടെ നിർബന്ധമില്ല, ജായിസാണ്.
സമാ എന്നുള്ള ഓർത്തുണ്ട്. അതേപോലെ തന്നെ പിന്നെ തോഇഈൻ, ആ ആയത്തിന്റെ അവസാനം തോഇഈൻ മദ്ദക്ഷരം അലിഫ് വന്നവിടെ ഹംസയും വന്നു. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ 12-ാമത്തെ ആയത്തിലും ഫീ കുല്ലി സമാ, അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വസയ്യന്ന സമാ, അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സമാ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തായാലും കാരണം അത് മദ് മുത്തസിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അത്തൈന ഖാലത അത്തൈന അവിടെ അവിടെ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? وزينا السماء الدنيا بمصابيح وحفظا. ഒന്ന് സായിഖത്തി ഓക്കെ. ഇൻഷാല്ലാഹ് നിർത്തുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു